ഹലോ എവരിബഡി, രാജം പ്ലാൻസ് ആണ് രേഖയും. ഇത് മൂന്നാമത്തെ വീഡിയോയാണ് ബോഗൺവില്ലയുടേത്. എല്ലാവരും കവർ പ്ലാന്റ് ഉണ്ടോ, ബോഗൺവില്ല ഉണ്ടോ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഞാനും ഇപ്രാവശ്യം വരുമ്പോൾ എല്ലാം തന്നെ കവറിലുള്ള പ്ലാന്റുകളായിരിക്കും, അപ്പോൾ വിലയൊക്കെ കുറച്ച് കുറയുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാനും. പക്ഷേ വന്നപ്പോൾ എല്ലാ പ്ലാന്റും ഇപ്പോൾ പോട്ടിലേതാണ്. ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ പുതിയ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ പഴയവ തന്നെയാണ്. പക്ഷേ എല്ലാം തന്നെ എല്ലാ കവറിലിരുന്ന പ്ലാന്റ് നോർമൽ വെറൈറ്റിക്ക് പോലും പോട്ടിലേക്ക് പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ് ഇപ്രാവശ്യം. കോംബോ ഇട്ടിരുന്ന മഹാറ വെറൈറ്റിയിലെ വൈറ്റ് കളറൊക്കെ നേരത്തെ തന്നെ തീർന്നു പോയി. അതൊക്കെ ഇപ്പം വലിയ ബോട്ടെന്ന് പറഞ്ഞാൽ 800 അത്രയൊക്കെ റേഞ്ചിലുള്ള പോട്ടിലേക്കാണ് മാറി വന്നിരിക്കുന്നത്. DTDC ത്രൂവും സ്പീഡ് പോസ്റ്റ് ത്രൂ ആണ് പ്ലാൻസ് എല്ലാം അയയ്ക്കുക. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ആദ്യത്തേത് റൂബി റെഡിൻ്റെ ഈ കാണുന്ന പ്ലാന്റുകളാണ്. കവർ സൈസ് ഒന്നും തന്നെ ഇല്ല. ഇത്രയും വലിയ പോട്ടിലുള്ള നിറയെ ശിഖരങ്ങൾ, ബ്രാഞ്ചൊക്കെ വന്ന പ്ലാന്റുകളാണ്. പൂക്കളുള്ളവയാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുത്ത സമയത്ത് നിറച്ച് പൂക്കളൊക്കെ ഉള്ള പ്ലാന്റുകളാണ്. ഇതിന് പ്രൈസ് വരിക 500 റുപ്പീസാണ്. പോട്ടൊക്കെ സൈസ്, ഈ പോട്ടൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ പോട്ടിൻ്റെ സൈസ് എത്ര വരുന്നതെന്ന്, എത്ര ഇഞ്ച് പോട്ടാണെന്ന്. പൂക്കളൊക്കെ ആയ വലിയ പ്ലാന്റുകളാണ് എല്ലാം തന്നെ റൂബി റെഡിൻ്റെ പ്ലാന്റ്. അതിനിടയ്ക്കൊക്കെ മറ്റ് പ്ലാന്റുകളും ഉണ്ട്. ഞാൻ ഈ പ്ലാന്റ് എല്ലാം തന്നെ മുൻപും പറഞ്ഞല്ലോ, ഞാനൊരു ബൾക്കായിട്ട് എടുക്കുന്നിടത്തു നിന്ന് വാങ്ങിയാണ് സെയിൽ ചെയ്യുന്നത്. ഫയർ ഓപ്പാലിൻ്റെയും ചെറിയ കവറൊക്കെ വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതും ഈ പോട്ട് സൈസ് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 450 റുപ്പീസാണ് ഏറ്റവും താഴെ വരുന്ന പോട്ടിൻ്റെ പ്രൈസ് വരിക. ഈ കാണുന്നത് സിൽവർ പിങ്കാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇത് എല്ലാവർക്കും അറിയാമല്ലോ, ആ പ്ലാന്റ് തന്നെയാണ്. സിൽവർ പിങ്കിൻ്റെ ഇലകൾക്കും ഒരു വ്യത്യാസമുണ്ട്. ഈ കാണുന്ന വൈറ്റ് കാണുന്നതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ കവറിൽ വന്ന ഇതിൻ്റെ കുറച്ചൊരു വ്യത്യാസമുള്ള മഹാറ ടൈപ്പ് പ്ലാന്റിൻ്റെ വലിയതെന്ന് പറഞ്ഞാൽ ആ പോട്ട് സൈസൊക്കെ പോട്ട് കണ്ടാൽ അറിയാം, അത്ര വലിയ പ്ലാന്റാണ്. അത് ഈ ഒരു കളർ മാത്രമാണ് ഇപ്രാവശ്യം വന്നത്. ഇത് പക്ഷേ പ്യുവർ വൈറ്റ് കളർ തന്നെയാണ് വരിക. ഇത് കാണുന്ന റൂബി റെഡിൻ്റെ വലിയ പോട്ടാണ് അത്. പക്ഷേ ഈ കാണുന്ന പ്ലാന്റ് മൾട്ടി ഗ്രാഫ്റ്റഡ് ആണ്. 2-3 തരത്തിലെ കളറുള്ള 2-3 തരത്തിലെ ബോഗൺവില്ല ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അത് ഒക്കെ കൊറിയർ അയക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് മിക്സായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ചില്ലി റെഡ്, ചില്ലി പിങ്ക്, ചില്ലി ഓറഞ്ച്, ഈ പ്ലാന്റ്സ് എല്ലാം അവൈലബിൾ ആണ്. ഈ കാണുന്ന സൈസിലാണ്. 350 ആണ് ഓരോ പ്ലാന്റിൻ്റെയും പ്രൈസ് വരിക, ഇത്രയും വലിയ പോട്ടിൽ വരുന്നതിന്. ഇത് ബിർസയാണ്. ബിർസ പിങ്കാണോ റെഡാണോ എന്നറിയത്തില്ല, പൂ ഉണ്ടാകാൻ തുടങ്ങിയതേ ഉള്ളൂ. ഐഡിയ ഒക്കെ ഒന്നും തന്നെ എനിക്ക് അത്ര പരിചിതമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഡൗട്ട്ഫുള്ളായിട്ട് പറയുന്നത്. ഈ സൈസ് വരുന്ന പ്ലാന്റിൻ്റെ പ്രൈസ് 750 റുപ്പീസാണ്. ഇത്രയും വലിയ സൈസ് വരുന്ന പ്ലാന്റിന് പൂക്കളായി തുടങ്ങിയതേ ഉള്ളൂ. മറ്റ് പലതിൻ്റെ ആണെങ്കിലും പൂക്കൾ പൊഴിഞ്ഞു തുടങ്ങിയവയാണ്. പക്ഷേ ഇതിൻ്റെ പൂക്കളാകുന്നതാണ്. അതുകൊണ്ട് മുഴുവൻ പൂക്കളായി കഴിയുമ്പോഴാണ് നമുക്ക് കളർ എന്തോന്ന് അറിയാൻ പറ്റുക. അടുത്തത് ഈ നല്ല ഭംഗിയുള്ള പിങ്ക് കളറാണ്. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ബോഗൺവില്ലയാണ്. സിംഗപ്പൂർ പിങ്ക് എന്നാണ് ഇതിന് എനിക്ക് തന്നവർ ഐഡിയ പറഞ്ഞത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ, സിംഗപ്പൂർ പിങ്ക്. ചിലപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും ഐഡിയ ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് അതറിഞ്ഞുകൂടാ. ഈ കാണുന്ന പ്ലാന്റ് ഒരു പുതിയ വെറൈറ്റി ആണെന്നാണ് പറഞ്ഞത്. പിങ്ക് ഏകദേശം പിങ്കാണ്, ഒരു പ്രത്യേക തരം കളറാണ്. കിങ് മാർബിൾ എന്നാണ് ഇതിൻ്റെ ഐഡിയ പറഞ്ഞത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഞാൻ പ്ലാന്റ് എടുക്കുന്നിടത്ത് ആദ്യമായിട്ട് വന്ന സ്റ്റോക്കാണ് കിങ് മാർബിൾ. ഇതിനി വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ പറഞ്ഞ ഐഡിയ ആണ്. നല്ല ഭംഗിയാണ്, ഒരു ഭംഗിയുള്ളൊരു കളറാണ് ഇത്. അടുത്തത് സൺസെറ്റ് വൈറ്റിൻ്റെ ഈ പ്ലാന്റാണ്. 400 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഇത് ഹാങ്ങിങ് ആയിട്ടൊക്കെയും നമുക്ക് ഉപയോഗിക്കാവുന്ന പ്ലാന്റാണ്. ഇതും ഇലകളിലൊരു വെരിഗേഷൻ വരുന്ന വലിയ പിങ്ക് കളർ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് ഇതാണ് സിൽവർ പിങ്ക്. വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഈ സിൽവർ പിങ്കിൻ്റേത്.
ഇലകൾക്ക് ഒരു നല്ല പ്രത്യേകതയുണ്ട്. മറ്റ് ബോഗൺവില്ലയുടെ ഇലകളുടെ കളറല്ല. ഇതാണ് തരുന്ന പ്ലാന്റ് സൈസ്. ഇതിന് പ്രൈസ് വരുന്നത് 420 റുപ്പീസാണ്. 420 രൂപയാണ് ഇതിന്. ഈ പോട്ടിലെ സൈസാണ് പ്ലാന്റ് വരിക. ഇപ്പോൾ നിറയെ പൂക്കളൊക്കെ ഉണ്ട്. ഒരു പിങ്ക് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് കളർ, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇലയുടെ കളറും ഭംഗിയാണ്, പൂക്കളുടെ കളറും ഭംഗിയാണ്. പൂക്കളിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന അതിൻ്റെ ആരോ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടതാണ്, ആ നടുക്കൾ വരുന്നതാണ് ഇതിൻ്റെ പൂവ്, ചുറ്റിനുമുള്ളത് അതിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണെന്ന്. 420 ആണ് ഈ സൈസ് വരുന്ന പ്ലാന്റിൻ്റെ പ്രൈസ് വരിക. എല്ലാത്തിനും തന്നെ കൊറിയർ ചാർജ് വരും. പൂനെ വൈറ്റാണ്. 250 ആണ് ഇതിന് പ്രൈസ് വരുന്നത്. ഇത്രയും വലിയ പ്ലാന്റാണ്. ചിലതിലൊക്കെ നിറച്ച് ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് തന്നെയാണ്. 250 ആണ് പ്രൈസ് വരിക. അടുത്തത് ഡോക്ടർ റാവുവിൻ്റെ പ്ലാന്റ്സ് ആണ്. അതും നല്ല പോട്ട് സൈസ്, നല്ല വലിയ പോട്ട് സൈസ് ആയ പ്ലാന്റുകളാണ്. നല്ല പിങ്ക് കളറുള്ള പ്ലാന്റാണ്, പൂക്കളുള്ള പ്ലാന്റാണ്. നല്ല പിങ്ക് കളറാണ്. ഇലയ്ക്കും ഭംഗിയുണ്ട്. സിൽവർ പിങ്കിൻ്റെ കൂട്ട് തന്നെ ഇതിൻ്റെ ഇലകൾക്കും വെരിഗേഷൻസ് ഉള്ള ഇലകളാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. പിന്നെ മൊണാലിസ പിങ്ക് ബ്യൂട്ടി എല്ലാം തന്നെ 250 ഈ എല്ലാം തന്നെ എന്നല്ല, ഈ കാണുന്ന പ്ലാന്റ് ഇത് തിമ്മയുടെയാണ്. ഇതിൻ്റെ പൂക്കളും 2 കളറുണ്ട്. ഇതും 250 ആണ് പ്രൈസ് വരിക. മുമ്പ് കാണിച്ചത് മൊണാലിസ പിങ്ക്, ബ്യൂട്ടി പിങ്ക്, തിമ്മ, ഡോക്ടർ റാവു എല്ലാം തന്നെ 250 റുപ്പീസാണ് പ്രൈസ്. 2 കളർ വരുന്നുണ്ട് പൂക്കൾക്ക്. കളർ മാറി വരും എന്ന് തോന്നുന്നു. ഇലകൾ വെരിഗേഷൻസ് ഉള്ള ഇലകളാണ്. ഇതേപോലെ സെയിം വെരിഗേഷനുള്ള വേറൊരു പ്ലാന്റാണ് ഇതിന് മുമ്പ് കാണിച്ചത്. അതിൻ്റെ പൂക്കളും വളരെ വലിയതാണ്. അതിൻ്റെ പേര് ടൈഗർ പിങ്ക് ആണോ അതോ ഡോൾഫിൻ ആണോ എന്നൊരു സംശയമുണ്ട്. ഇപ്രാവശ്യം വന്ന പ്ലാന്റുകളെല്ലാം തന്നെ കൂടുതലും പിങ്ക് ഉള്ള പ്ലാന്റുകളാണ്. ഇത് പർപ്പിൾ ലാവണ്ടർ എന്ന ID വന്ന പ്ലാന്റാണ്. ഇതിനും 250 റുപ്പീസ് തന്നെയാണ് പ്രൈസ് വരിക. പൂനെ വൈറ്റ് പോലെ തന്നെയാണ് ഇലകളൊക്കെ, ഏകദേശം അതുപോലെയാണ്. പക്ഷേ ലാവണ്ടർ കളർ വരുന്ന പ്ലാന്റാണ്. കൂടുതൽ എല്ലാ പ്ലാന്റുകൾക്കും പിങ്ക് കളറാണ് കൂടുതൽ ഇപ്രാവശ്യം വന്നവയെല്ലാം തന്നെ. ലൈറ്റ് പിങ്കോ ഡാർക്ക് പിങ്കോ ഒക്കെയാണ് എല്ലാത്തിനും വന്നിരിക്കുന്നത്. ഈ കാണുന്ന പ്ലാന്റുകളെല്ലാം ഇല്ലേ, എല്ലാം പിങ്ക്, ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്, അങ്ങനെ എല്ലാ കളറിൽ വരുന്ന ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ നേരത്തെ കവർ സൈസ് സെയിൽ ചെയ്ത പ്ലാന്റുകളാണ്. ഇതിനെല്ലാം തന്നെ പ്രൈസ്, ഈ പോട്ട് സൈസിന് പ്രൈസ് വരിക 150 റുപ്പീസാണ്. ഈ വൈറ്റ് ബ്യൂട്ടി എന്ന ID വരുന്ന ഈ ബോഗൺവില്ലയും 150 റുപ്പീസ് തന്നെയാണ് പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയാണ്. നിറച്ച് കൊല കുത്തി പൂക്കളുണ്ടാകുന്ന വൈറ്റ് കളറിലെ ബോഗൺവില്ലയാണ്. ഇതിനും 150 തന്നെയാണ് പ്രൈസ് വരിക. ഈ പ്ലാന്റുകളെല്ലാം തന്നെ മണ്ണൊക്കെ മാറ്റി കുറച്ച് റൂട്ടിൻ്റെ അടുത്തുള്ള മണ്ണോട് ആണ് കൊറിയർ അയക്കുക. DTDCയും സ്പീഡ് പോസ്റ്റും മാത്രമാണ്. അല്ലാതെ പോട്ടോട് അയക്കുന്ന സിസ്റ്റം ഞങ്ങളുടെ ഇവിടെ ആയിട്ടില്ല. അധികം പൂനെ വൈറ്റൊക്കെ വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്കൊക്കെ തന്നെ വാങ്ങി നിറച്ച് വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. പിന്നെ ചില്ലി റെഡിൻ്റെ ഈ ഈ സൈസ് പ്ലാന്റുകളാണ്. അതിനും 150 റുപ്പീസാണ് ഈ കവർ സൈസിന് വരിക. പൂക്കളുള്ള പ്ലാന്റുകൾ തന്നെയാണ്. 2ഉം 3ഉം ഒക്കെ ബ്രാഞ്ചസ് ആയ പ്ലാന്റാണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിലെല്ലാം ഈ പ്ലാന്റ് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. ഇത് ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. 150 റുപ്പീസാണ് ഒരു തൈക്ക് വരിക. ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റും പോട്ട് സൈസ്, ചില്ലി യെല്ലോയുടെ പ്ലാന്റ് പോട്ട് സൈസ് അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.